യേശുവേ സ്നേഹത്തിൽ ഈ വിളി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നെങ്കിൽ യേശു അവിടെ നിൽക്കും. യേശുവേ സ്നേഹത്തിൻ ഉറവിടമേ. മുഴുവൻ ശബ്ദം എടുത്ത് വിളിച്ചേ, യേശുവേ സ്നേഹത്തിൻ ക്രൂശിലെനിക്കായി തൂങ്ങിയോനേ, ലോകത്തിൻ പാപം ചുമന്നവനേ, നിത്യതയോളം നടത്തുന്നോനേ, നിത്യമാം സ്നേഹത്തെ നൽകിയോനേ. വിളിച്ചേ, ക്രൂശിലെനിക്കായി തൂങ്ങിയോനേ, ലോകത്തിൻ പാപം ചുമന്നവനേ, നിത്യതയോളം നടത്തുന്നോനേ, നിത്യമാം സ്നേഹത്തെ നൽകി. ഇരു കരങ്ങളും ഉയർത്തി, യേശുവേ സ്നേഹത്തിൻ ഉറവിടമേ. യേശുവേ യേശുവേ സ്നേഹത്തിൻ ഉറവിടമേ. യേശുവേ യേശുവേ സ്നേഹത്തിൻ യേശുവേ യേശുവേ സ്നേഹത്തിൻ ഉറവിടമേ. നിന്ദേഹം ചിന്തിയതാലേ, നിന്റെ രക്തം നൽകിയതാലേ, നിന്ദേഹം ചിന്തിയതാലേ, നിന്റെ രക്തം നൽകിയതാലേ, നിനക്കായി നൽകുന്നു നാഥാ, നിൻഹിതം ചെയ്തിടുവാൻ. നിനക്കായി നൽകുന്നു നാഥാ, നിൻഹിതം ചെയ്തിടുവാൻ. ഇരു കരങ്ങളും ഉയർത്തി, യേശുവേ യേശുവേ സ്നേഹത്തിൽ. ഉറക്കെ വിളിച്ച ദൈവങ്ങളെ, എല്ലാ വായികളും തുറന്ന്, യേശുവേ ഓ സ്നേഹത്തിൽ ലാഖോമര ശരിയ ദുനിയ. യേശുവേ സ്നേഹത്തിൽ ഉറവിടമേ. സഹോദരന്മാർ ചേർന്ന് വിളിച്ച യേശുവേ സ്നേഹത്തിൽ ഉറവിടമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. എന്റെ സ്നേഹിതൻ ജോമോനാണ് ഈ പാട്ട് എഴുതിയത്. ജോമോൻ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ജോമോൻ ഒരുപാട് നല്ല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ദൈവം ശക്തമായിട്ട് ഈ കാലഘട്ടത്തിൽ തന്നെ ഉപയോഗിക്കുന്നു. ജോമോൻ ജനിക്കുമ്പോൾ ജോമോൻ ഇങ്ങനല്ല ജനിച്ചിരുന്നത്. ജോമോന്റെ വായിക്ക് പകരം അവിടെ ഒരു ഹോള് മാത്രമായിരുന്നു. ജോമോന്റെ പഴയ ഫോട്ടോ നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണുവാൻ സാധിക്കും. ഏതാണ്ട് 8ലധികം ഓപ്പറേഷൻ ചെയ്താണ് ജോമോൻ ഈ ഷേപ്പിലാവുന്നത്. ജോമോൻ ജനിക്കുമ്പോൾ ജോമോന് വോക്കൽ കോഡില്ലായിരുന്നു. ശബ്ദം ഷേപ്പ് ചെയ്യുന്ന, ശബ്ദം ഉണ്ടാക്കുന്ന ആ ഓർഗൻ ഇല്ലാതാണ് ജോമോൻ ഇവിടെ നിന്ന് പാട്ട് പാടുന്നത്. യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ വിത്തൗട്ട് വോക്കൽ കോഡ് യു ക്യാൻ സിംഗ്. ഒന്നുകൂടെ പറയാം, യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ
വോക്കൽ കോഡ് ഇല്ലാതെയും നിനക്ക് പാടാൻ പറ്റും. അതിന്റെ തെളിവാണ് ഇന്ന് ജോമോൻ. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫ്ലാറ്റിൽ എറണാകുളത്ത് താമസിച്ചു. സാമച്ചാന്റെ ഫ്ലാറ്റിൽ ഒരു ദിവസം വെളുപ്പിനെ 5 മണിയായപ്പോൾ ഈ പാട്ട് കേട്ടാണ് ഞാൻ ഉണരുന്നത്. യേശുവേ സ്നേഹത്തിൻ ഉറവിടമേ. യോഹന്നാന്റെ സുവിശേഷം വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് വായിക്കുമ്പോൾ താൻ എഴുതിയ പാട്ടാണ്. ക്രൂശിൽ എനിക്കായി തൂങ്ങിയോനെ, ലോകത്തിൻ പാപം ചുമന്നവനെ, നിത്യതയോളം നടത്തുന്നോനെ, നിത്യമാം സ്നേഹത്തെ നൽകുന്നോനെ. ഇന്ന് പകൽ യേശുവേ എന്ന് നമ്മൾ ഉറക്ക വിളിക്കുമ്പോൾ യേശു അവിടെ നിൽക്കും. പഴയ നിയമത്തിൽ ഒരു യോശുവ സൂര്യനെ പിടിച്ചു നിർത്തി. എന്നാൽ പുതിയ നിയമത്തിൽ പിറവിയിലെ കുരുടനായി ഒരുത്തൻ സൂര്യനെ നിർമ്മിച്ച യേശുവിനെ പിടിച്ചു നിർത്തി. ആമേൻ. ഇന്ന് പകൽ അടൂരി ക്യാമ്പിൽ വന്നിരിക്കുന്ന ദൈവജനത്തിന് സൂര്യനെ പിടിച്ചു നിർത്തണോ അതോ സൂര്യനെ നിർമ്മിച്ചവനെ പിടിച്ചു നിർത്തണോ? ഹല്ലേലൂയ. സൂര്യനെ നിർമ്മിച്ചവനെ പിടിച്ചു നിർത്തണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. മുമ്പേ വിളിച്ച പോലെ ഹൃദയം തുറന്ന് യേശുവേ ഉറക്കെ വിളിച്ചാൽ മതി. യേശു അവിടെ നിൽക്കും. യേശു നിന്റെ വീട്ടിൽ നിൽക്കും. യേശു നിന്റെ ജീവിതത്തിൽ നിൽക്കും. യേശു നിന്റെ മിനിസ്ട്രി നിൽക്കും. ജോമോനോട് ചേർന്ന് നമുക്കും വിളിക്കാം. യേശുവേ സ്നേഹത്തിന് ഉറവിടമേ, യേശുവേ. ആ കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക്. യേശുവേ സ്നേഹത്തിൻ ഉറവിടമേ. മുഴുവൻ കരങ്ങളെ ഉയർത്തി യേശുവേ. സ്നേഹത്തിൻ എല്ലാ വായ്കളും തുറന്ന് വിളിച്ച യേശുവേ, യേശുവേ. സ്നേഹത്തിൻ ഉറവിടമേ, യേശുവേ, യേശുവേ. സ്നേഹത്തിൻ ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവേ, നിന്നെ ആരാധിക്കാൻ നീ ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. We bless your name. We thank you, Lord. Thank you for your awesome presence. In Jesus' name we pray. Amen. Hallelujah. By the blood of Christ we stand. Every tribe, every tongue, every people, every land, to be glory, to be honor, to be praises to the Lamb. Oh, hallelujah, 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 to the Lamb. Hallelujah, hallelujah. By the blood of Christ we stand. Every time, every time, every people, every land, glory, yes, glory, honor, giving praise to the Lamb of God. Shadalema, Sugalede, Shakamoro, Lanina, Shadalera, Shadalera, Lakumuse, Shadalababa, Shudelepo, Tanavapara, Shadamio, Lamanede, Shadioda, Lakumere, Shadalema, Shadalema, Sirimadio, Lakuma, Shamanagana. The
എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം കുറേ ദിവസം കൂടി 2 മാസത്തെ വിദേശയാത്രയ്ക്ക് ശേഷം ഞാൻ വീട്ടിൽ വന്നു. ഒക്ടോബർ മാസം 1-ാം തീയതി. 60 ദിവസമായി എൻ്റെ അപ്പനും അമ്മയും കണ്ടിട്ട്. ഞാൻ അവരെ കണ്ട് ഓടി വന്ന് അവരെ കെട്ടിപ്പിടിച്ചു, അവർക്ക് ഉമ്മ കൊടുത്തു, എൻ്റെ പെട്ടി ഞാൻ അവരുടെ കൈ കൊടുത്തു. ഇതെല്ലാം എൻ്റെ അപ്പനെയും അമ്മയും കണ്ടപ്പോൾ ഞാൻ ചെയ്തത് എൻ്റെ അപ്പുറത്തെ വീട്ടിലെ സോണി വന്ന് പറഞ്ഞിട്ടല്ല. അറുപത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും കണ്ടപ്പോൾ എൻ്റെ അപ്പുറത്തെ വീട്ടിലെ സോണിയുടെ ശുപാർശ എനിക്ക് വേണ്ട. എൻ്റെ അപ്പനെ കെട്ടിപ്പിടിക്കാനും എൻ്റെ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കാനും. ഇന്ന് പകൽ നിങ്ങൾക്ക് അറിയാവുന്ന പാട്ട് പാടിയാലും നിങ്ങൾക്ക് അറിയാൻ മേലാത്ത പാട്ട് പാടിയാലും നിങ്ങളെ ടച്ച് ചെയ്യുന്ന പാട്ട് പാടിയാലും ഇല്ലെങ്കിലും ദുബൈയിൽ നിന്ന് വന്ന സാം ബ്രദറിനോ എറണാകുളത്ത് വന്ന എനിക്കോ ഞങ്ങളുടെ ശുപാർശ കേട്ടിട്ടല്ല നിങ്ങൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. ഫയർ വീസിംഗിന്റെ ക്യാമ്പുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ അടിക്കുക, കൈ പൊക്കെന്നൊന്നും ഞങ്ങൾ ആരും പറയത്തില്ല. ഇതെല്ലാം നിനക്ക് അവനോടുള്ള സ്നേഹവും. എൻ്റെ അപ്പുറത്തെ വീട്ടിലെ സോണിയുടെ ശുപാർശ കൂടാതെ അവൻ വന്ന് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞില്ല, അവൻ വന്ന് ഉമ്മ കൊടുക്കാൻ പറഞ്ഞില്ല. കാൽവറിയിൽ എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം ചിന്തിയ, എന്റെ പ്രാണന് മറുവിലയായി എനിക്ക് വേണ്ടി മരിച്ച എന്റെ യേശു എന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അറിയാതെ എന്റെ ഹൃദയം, അത് ഹൃദയത്തിൽ നിന്ന് ഞാൻ ചെയ്യുമ്പോൾ കർത്താവിന് ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് അത് ചെയ്യുന്നെങ്കിൽ കർത്താവിന് അത് വേണ്ട. കാര്യം ആരാധിക്കാൻ കുറെ ജോലിക്കാർ സ്വർഗത്തിലുണ്ട്. കർത്താവ് ഒരുപക്ഷെ അത് കേട്ട് 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 ഇങ്ങനെ ലയിച്ചിരിക്കുകയായിരിക്കാം. അതിന്റെ കൂട്ടത്തിൽ നിന്റെയും കൂടെ ഒരു പാട്ട്, പക്ഷെ നീ അത് സ്നേഹത്തിൽ നിന്നാ ചെയ്യുന്നെങ്കിൽ, ആരുടെയും നിർബന്ധത്താലല്ല, ഹൃദയത്തിൽ നിന്നാ ചെയ്യുന്നെങ്കിൽ, ഇന്ന് പകൽ കർത്താവ് നിനക്ക് കൈതരും. കർത്താവ് നിന്റെ അടുക്കൽ വരും. കർത്താവ് നിന്നെ, ഞങ്ങളാരും പാടാൻ വേണ്ടി ഇവിടെ കയറി വന്ന് പാടുന്നവരല്ല, പാടിപ്പോയതുകൊണ്ട് അങ്ങ് പാടുന്നതാ. സ്തോത്രം. ഹലോ, അടുത്തിരിക്കുന്ന ആളോട് പറ, പാടാൻ വേണ്ടി പാടില്ലെന്ന് പറ. കർത്താവിന്റെ സ്നേഹത്തെ ഓർക്കുമ്പം പാടിപ്പോകുന്നത് കൊണ്ട് നമ്മളൊരു 5 മിനിറ്റും കൂടെ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സൂചിച്ചിട്ട് ഞങ്ങൾ മൈക്ക് കൈമാറാൻ പോവാ. ഇത് ഹൃദയത്തിൻ്റെ അകത്തുനിന്നായിരിക്കണം. മിഷനാകരുത്, യന്ത്രമാകരുത്, യാന്ത്രികമാകരുത്, ആരെങ്കിലും പറഞ്ഞിട്ടാകരുത്. എൻ്റെ അപ്പനും അമ്മയും ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടപ്പോൾ മാനുഷികമായ ആ ബന്ധം എന്നെ അവരിലേക്ക് ഒത്തിരി അടുപ്പിച്ചെങ്കിൽ സ്വർഗീയമായ ഈ ബന്ധം നമ്മെ കർത്താവിലേക്ക് എത്രയോ അടുപ്പിക്കും. ദൈവമക്കളെ, ആ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയം തുറന്ന് നമ്മൾ പാടാൻ പോവാ. ഇതൊന്നും നമ്മളെ യോഗ്യതയോ, ഇതൊന്നും നമ്മൾ മുൻപ് കണ്ട് ഇതൊന്നും നമ്മുടെ ഹൃദയത്തിൽ പോലും ഇല്ലായിരുന്നു. എന്നാൽ കർത്താവിന്റെ സ്നേഹം മാത്രമാണ് ഇതെല്ലാം നമ്മൾ അനുഭവിക്കാൻ. ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ കർത്താവേ, ഐ താങ്ക് യു ഫോർ യുവർ ഗ്രേസ്. നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. നാം ആയത് കൃപയാണ്, നാം നടന്നത് കൃപയാണ്, നാം നിന്നത് കൃപയാണ്, നാം ഇത്രത്തോളം എത്തിയത് കൃപയാണ്. ഫയർ വിങ്സിന്റെ ഈ ക്യാമ്പ് നടക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. നിങ്ങളിവിടെ വന്നത് ദൈവത്തിന്റെ കൃപയാണ്. ഇവിടെ നിന്ന് ശക്തിയുള്ള കഴുകന്മാരെ പോലെ പറന്നുയരാൻ നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ പോകുന്നതും ദൈവത്തിന്റെ കൃപയാണ്. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പ, ഇത്ര മാനിപ്പ യേശുവേ, യോഗ്യനല്ല ഇതു പ്രാപിപ്പ, ഇത് കൃപയതാ യേശുവേ. പാടുക. എന്ത് കണ്ടു, എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പ, ഇത്ര മാനിപ്പ യേശുവേ,
യേശുവേ. യോഗ്യനല്ല യോഗ്യനല്ല ഇതു പ്രാപിപ്പ, ഇതു കൃപയതാ യേശുവേ. അക്കരങ്ങൾ ഉയർത്തിയെന്ന് പറഞ്ഞ് എന്ത് കണ്ടു ഇത്ര സ്നേഹം, എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പ, ഇത്ര മാനിപ്പ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പ, ഇത് കൃപയത യേശുവേ. നിങ്ങൾ മാത്രം അത് പാടിക്കുക. എന്ത് കണ്ടു ഇത്ര സ്നേഹം, എന്തു കണ്ടു ഇത്ര മാനിപ്പ യേശു. യോഗ്യനല്ല ഇത് പ്രാപിപ്പാൻ. ഓ യോഗ്യനല്ല ഇത് കർത്താവേ, നിന്റെ കൃപയെ ഓർത്ത് ഞങ്ങൾ ഇന്ന് പകൽ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഇതിനൊന്നും യോഗ്യതയില്ലാതിരിക്കുമ്പോൾ തന്നെ നിന്റെ കൃപയാൽ നീ ഞങ്ങളെ യോഗ്യരാക്കി തീർത്തതിനായി സ്തോത്രം. ഒരു യോഗ്യതയില്ലാതിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ കൃപ ഞങ്ങളെ യോഗ്യരായിട്ട് എണ്ണിയതിനായി സ്തോത്രം. മുഴുവൻ മഹത്വവും പുകഴ്ചയും മാനവും യേശുവിന്റെ കാൽക്കൽ ഞങ്ങൾ അർപ്പിക്കുന്നു. യേശുവിന്റെ